പറയുമ്പോലെ നിങ്ങൾ പാടി ജബ്ബാർക്ക. കനകം പറഞ്ഞാ പിന്നെ അതിൽ അപ്പിയില്ല. എന്നെ ഞാൻ അപ്പിടിക്കൂ. ഇൻഡോള് പറഞ്ഞ ഈ എന്തിനാ കേക്കുന്നത്? കലാസ്നേഹികളെ, രാക്ഷസ രാജാവായ രാവണന്റെ നിർദ്ദേശപ്രകാരം ലങ്കയിൽ അതിമനോഹരമായ ഒരു സ്വർണ്ണക്കൊട്ടാരം നിർമ്മിക്കുവാൻ വിശ്വകർമാവ് തീരുമാനിച്ചു. അദ്ദേഹത്തെ സഹായിക്കുവാൻ മേഘനാഥനും ഉണ്ടായിരുന്നു. മേഘനാഥനോ? ബാലകനാഥ മോനല്ലേ? ഓനെങ്ങനെ എനിക്കറിയാം? നിങ്ങൾ മിണ്ടാതിരിക്കേ, ആശാൻ കഥ പറയട്ടെ. അതെ, മേഘനാഥൻ, സാക്ഷാൽ ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്തോ? അതിൽ നല്ല പൃഥ്വിരാജ് ആണ് ആശാനെ. പറയും പോലെ പൃഥ്വിരാജ് ആണെങ്കിൽ സൂപ്പർ ആയിരിക്കും. എന്ത് സൂപ്പർ? ആ ചങ്ങനെ എനിക്കറിയാം. നീ വെറും സംശയരോഗിയാ ദാസ. ഈ അധികം പറയണ്ട, എനിക്ക് നിന്നെ സംശയമുണ്ട്. ജബ്ബാറേ, പാടിക്കോ. ഏഴാം കടലും കടന്ന് വിശ്വകർമ്മ വരുന്നുണ്ട്, രാവണന്റെ കൊട്ടാരങ്ങൾ നിർമ്മിക്കാൻ വരുന്നുണ്ട്, തറകെട്ടി പടവിന് രാക്ഷസന്മാരിൽ മേഘനാഥൻ അവരുടെ കൂട്ടിനുണ്ട്, തറകെട്ടി പടവിന് രാക്ഷസന്മാരിൽ മേഘനാഥൻ അവരുടെ കൂട്ടിനുണ്ട്, ഏഴാം കടലും കടന്ന് വിശ്വകർമ്മ വരുന്നുണ്ട്, രാവണന്റെ കൊട്ടാരങ്ങൾ നിർമ്മിക്കാൻ വരുന്നുണ്ട്. അതെ, വിശ്വകർമാവിന്റെ കരവിരുതിൽ അങ്ങനെ ലങ്കയിൽ ഒരു സ്വർണ്ണ കൊട്ടാരം ഉയർന്നു. ദേവന്മാരും അസുരന്മാരും ആ കൊട്ടാരം കണ്ട് അന്താളിച്ചു നിന്നു. അതെ, കല്ലും മണലും സിമന്റും ഒന്നുമില്ലാതെ ഒരു സ്വർണ്ണ കൊട്ടാരം. നേരം പോയി കാലം പോയി രംഗമൊത്തം ലംഘിപ്പോയി, കണ്ടില്ലേ രാവണ നിങ്ങൾ, കണ്ടില്ലേ രാവണ താങ്കൾ, അസുരന്മാർ ദേവന്മാർ അങ്ങനെ മൊത്തം കൊട്ടാരം ആഘോഷമാണല്ലോ, ആനന്ദമാണല്ലോ, ശൂർപ്പണഖ കുബേരനും മട്ടുപ്പാവിൽ മേലെ പോയി രംഗമൊത്തം കാണുന്നു കൂട്ടരെ, ശൂർപ്പണഖ കുബേരനും മട്ടുപ്പാവിൽ മേലെ പോയി രംഗമൊത്തം കാണുന്നു കൂട്ടരെ, ഏഴാം കടലും കടന്ന് വിശ്വകർമ്മ വരുന്നുണ്ട്, രാവണന്റെ കൊട്ടാരങ്ങൾ നിർമ്മിക്കാൻ വരുന്നുണ്ട്. നോക്കൂ, നമുക്കൊരു കൊട്ടാരം നിർമ്മിക്കാൻ എന്തൊക്കെ വസ്തുക്കൾ വേണം. പക്ഷേ വിശ്വകർമാവിന്റെ മാന്ത്രിക ശക്തിയിൽ ഉയർന്നു പൊങ്ങുകയാണ് ആ കൊട്ടാരം. അല്ലാസാനെ, മൂപ്പർക്ക് മാജിക്കും അറിയാനി? ഓന്റെ കനകം, നീ ആ ജബ്ബാർ പാടുന്ന ആ പാട്ടൊന്ന് ശ്രദ്ധിക്കേ. ഞാനായിട്ട് ശ്രദ്ധിച്ചിട്ട് മൂപ്പർ ഇന്നെ ശ്രദ്ധിക്കില്ല സാനെ. നിന്നെ ഞാൻ ഛർദിപ്പിക്കും. കുത്തിരുന്നവിടെ ദാസാ, കല്ലില്ല മണലില്ല ഫാബ്രിക്കേഷൻ പണിയില്ല, കുട്ടിയിട്ട് ഉരതാനുമില്ല, കുട്ടിയിട്ട് ഉരതാനുമില്ല, LED ബൾബുകൾ സീലിംഗിൽ മിന്നുമ്പോൾ ദേവലോകം മൊത്തത്തിൽ നടുങ്ങി, ദേവലോകം മൊത്തത്തിൽ നടുങ്ങി, ആടാൻ വാ പാടാൻ വാ കൊട്ടാരത്തിൻ സ്റ്റേജിൽ വാ ദേവലോക നർത്തകിമാരേ, ആടാൻ വാ പാടാൻ വാ കൊട്ടാരത്തിൻ സ്റ്റേജിൽ വാ ദേവലോക നർത്തകിമാരേ, ഏഴാം കടലും കടന്നേ വിശ്വകർമ്മ വരുന്നുണ്ട്, രാവണന്റെ കൊട്ടാരങ്ങൾ നിർമ്മിക്കാൻ വരുന്നുണ്ട്, തറകെട്ടി പടവിന് രാക്ഷസന്മാരിൽ മേഘനാഥൻ അവരുടെ കൂട്ടിനുണ്ട്, തറകെട്ടി പടവിന് രാക്ഷസന്മാരിൽ മേഘനാഥൻ അവരുടെ കൂട്ടിനുണ്ട്, ഏഴാം കടലും കടന്നേ വിശ്വകർമ്മ വരുന്നുണ്ട്, രാവണന്റെ കൊട്ടാരങ്ങൾ നിർമ്മിക്കാൻ വരുന്നുണ്ട്.
അതെ, രാവണന് വേണ്ടി നിർമ്മിച്ച ആ സ്വർണ്ണ കൊട്ടാരം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരനായ കുബേരനും ഒരു മോഹം. ഉടനെ അദ്ദേഹം ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ചു വരുത്തി.